ഹലോ, നല്ല പച്ചയില കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് വറുത്ത് തേങ്ങാപ്പാലിട്ട് കറിയും വെക്കാം, കപ്പപ്പൂട്ടും ഉണ്ടാക്കാം. അപ്പം തുടങ്ങാം. ആദ്യം നമുക്ക് ഒരിത്തിരി വറുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി അധികം കുരുമുളക് പൊടി, ഇച്ചിരി മുളക് പൊടി, ഒരു നുള്ള് മസാലപ്പൊടി, പിന്നെ ഒരിച്ചിരി വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കൂടി പോകരുത്. എല്ലാം കൂടി നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റിന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മ കപ്പപ്പൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി കപ്പ ഈ സാധനത്തിൽ നമ്മൾ ചീകിയെടുക്കും. അപ്പം എനിക്ക് ചീകാൻ അത്ര ബലം പോരാ. അപ്പം ചിഞ്ചാനെ വിളിക്കാൻ വേണ്ടി, ചിഞ്ചാട്ടാ കപ്പ ഒന്ന് ചീകിത്താ. ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പാലുണ്ടാവും. ആ പാല് പിഴിഞ്ഞ് കളയണം. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് എൻ്റെ ഒരു അടുക്കള എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ചാൾക്ക് മുമ്പ് നമ്മുടെ മണി പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ സർഫ് എക്സലിൻ്റെ ടോപ്പ് ലോഡിൻ്റെ ബോട്ടിലിൻ്റെ മൂടിയാണ്. അപ്പോൾ ഈ കുപ്പി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഈ സർഫ് എക്സലിൻ്റെ ലിക്വിഡ് മേടിക്കുമായിരുന്നു. അപ്പം നമ്മൾ വന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് എൻ്റെ ഒരു അടുക്കള ഇതാണ്. അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ കപ്പ ചീകണ സമയം കൊണ്ട് വറുത്തെടുക്കാം. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറുക്കാം. എണ്ണ ഒഴിച്ച് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ഒരു ഇത്തിരി വേപ്പില. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ മീൻ വറുക്കാനിടാം. അതൊന്ന് പിഴിഞ്ഞാ നേരി. ആ പിന്നെ ഞാൻ ഒറ്റക്ക് പണി എടുക്കോ? എന്നെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല ഒറ്റക്ക് പണി എടുക്കാൻ. നമുക്ക് ഇത് പിഴിഞ്ഞ് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ പാല് കിട്ടും. അപ്പൊ ഈ പാല് നമ്മൾ പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോ അപ്പം പോലെ ഇരിക്കും. പിഴിഞ്ഞ് കളഞ്ഞാലേ ഇങ്ങനെ നമുക്ക് ഉതിരി പോലെ കിടക്കും. നല്ല ബലം വേണോട്ടാ. ഞാൻ പിഴിഞ്ഞതിന്റെ വെള്ളം പോകില്ല. എനിക്കതുകൊണ്ട് പിഴിയാൻ പറ്റൂല. അപ്പൊ മീൻ ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. ഓ, എന്തൊരു ചൂടാണ്. എല്ലാരും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടാ. കപ്പ എവിടെ പോണ്? അവിടെ എടുത്ത് ഞാൻ ദേ പറഞ്ഞു തരാം. അതുപോലെ ചെയ്തേ. അപ്പൊ കപ്പ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പിഴിഞ്ഞത് ഇങ്ങനെ ഉതിരി പോലെ കിട്ടും. ഇത്രയും വെള്ളം, ഈ വെള്ളം നമുക്ക് പുട്ടിനിട്ടണമെങ്കിൽ അറിയാമല്ല, അപ്പം പോലെ ഇരിക്കും. അപ്പൊ ഇത് നമുക്ക് കളയാം. അപ്പൊ ഇതിലേക്ക് ഒരു നുള്ളുപ്പ്, ഉപ്പ് അധികം വേണ്ട, നുള്ളു മതി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ ഉപ്പ് കുറവാണ്. പിന്നെ അല്പം തേങ്ങ ചിരകിയതും. ഇടപ്പീരി ഇടാൻ ഇത്തിരി മതി. നന്നായിട്ട് പയ്യെ കുഴച്ചോ. മുല്ലപ്പൂ പോലെ ഇരിക്കുന്നു. അപ്പൊ നമ്മ പുട്ട് കണയിലോട്ട് ഇടാൻ പോണേന്, പുട്ടാക്കാൻ പോണേന് ആദ്യം നമുക്ക് ഇത്തിരി അടിയിൽ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ഞങ്ങൾക്കിവിടെ തേങ്ങ കുറവാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. പകുതി ആകുമ്പോൾ ഇത്തിരി കൂടെ ഇടപ്പീരി ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ വീണ്ടും
നമ്മുടെ കപ്പ ചീകി വെച്ചിരിക്കുന്ന ലാസ്റ്റ് നമുക്ക് ഇത്തിരി കൂടി തേങ്ങ ചെറിയതിട്ട് കൊടുത്തിട്ട് അമുക്കി വെക്കരുത് കേട്ടോ. ഒപ്പം നമ്മൾ മീൻ വറുത്തോണ്ടിരിക്കണേണ് കറി വെക്കാൻ. ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കണേണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനൽ. അപ്പം ഇതിൽ ഒരുപാട് പപ്പയുടെയും മക്കളുടെയും പാട്ടും ഡാൻസും പിന്നെ എൻ്റെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പുട്ടെടുക്കാം. പൊടിഞ്ഞു പോകുമെന്നാവും. ഓക്കെ, പൊടിയാണ്ട് കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ കപ്പ പുട്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ തന്നെ നമ്മ ബാക്കിയുള്ള പുട്ടുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീനെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആ വറുത്ത എണ്ണ ബാലൻസ് ഉള്ളത് കളയണ്ട. അത് നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2-3 ഉലുവ, അധികം വേണ്ട, എനിക്ക് ഇത്തിരി മീനല്ലേ ഉള്ളൂ, ഇത്രയും മതി കേട്ടോ. അതിട്ട് അപ്പം ഉലുവ നന്നായിട്ട് മൂത്ത് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, നമ്മുടെ മുറ്റത്തുണ്ടായ നല്ല നാടൻ കറിവേപ്പില, സവാള, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പം ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് സവാള മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറിയ തീയിൽ വെക്കണം കേട്ടോ. പൊടി ഇടുമ്പോൾ തീ കുറച്ച് വെക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2-2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിള്ളേരൊന്നും എരിവ് തിന്നില്ല. ഇച്ചിരി വെളിച്ചെണ്ണ കുറവുണ്ട്. ഇതേ കൂട്ടി വെക്കാം. അപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞിടാം. നന്നായിട്ട് വഴണ്ടി വരട്ടെ. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വാളംപുളി പിഴിഞ്ഞത് ആവശ്യത്തിന് ഒഴിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ, ഇത് 2-ാം പാലാണേ. അപ്പം നമുക്ക് ഉപ്പ് കുറവാണ്, അല്പം ഉപ്പിടാം. ഉപ്പും പുളി നോക്കട്ടെ. ഓക്കെ, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണ അയില അതിനകത്തേക്ക് ഇടാം. അപ്പം ഇത് ഒരുപാടൊന്നും വേകാനൊന്നുമില്ല, കാരണം നമ്മൾ വറുത്ത് വെച്ചേച്ച അയിലയാണ്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. ഒന്നാം ഒഴിച്ചാൽ പിന്നെ തിളക്കണ്ട. അത് കഴിയുമ്പോൾ നമുക്ക് 2 വേപ്പില ഇട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. ഇത് തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്കിത്തിരി കട്ടനും കൂടി വെക്കാം. അപ്പോഴത്തേ നമ്മുടെ കപ്പപ്പൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഇടാം. അതേ നമ്മുടെ കപ്പപ്പൂട്ടും അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒപ്പം ചൂട് കട്ടൻ ചായ. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല
ചൂട് കട്ടൻ ചായ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് രുചി എങ്ങനെ ഉണ്ടെന്ന് കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.